ഞാനേ അരമണിക്കൂറിനകം ബാങ്കിൽ നിന്ന് തിരിച്ചു വരും. അപ്പോഴേക്കും രഘു ഏൽപ്പിച്ച വണ്ടിയും എത്തും. നിങ്ങൾ അപ്പോഴേക്കും മക്കളെ വേഗം റെഡിയാക്കി നിർത്തിക്കോ. 12 മണിക്ക് മുമ്പെങ്കിലും നമുക്ക് അവിടെ എത്തണം. അച്ഛൻ പണമായിട്ട് വരുമ്പോ സൂക്ഷിക്കണേ അച്ഛാ. അച്ഛാ, അച്ഛന്റെ കൂടെ ബാങ്കിലേക്ക് ഞാനും വന്നാലോ? 20 ലക്ഷം രൂപ ക്യാഷായി അച്ഛൻ ഒറ്റയ്ക്ക് കൊണ്ടുവരണ്ടേ? അതിനെന്താ, ബാഗ് ഉണ്ടല്ലോ മോളെ. അച്ഛൻ ഇതിലും വലിയ തുകയൊക്കെ ബാങ്കിൽ നിന്ന് എടുത്തോണ്ട് വന്നിട്ടുണ്ട് മോളെ. അവിടുന്ന് ഒരു ഓട്ടോയിൽ കയറി ഇങ്ങോട്ട് വരുന്നതിന് എന്ത് പേടിക്കാനാ? നിങ്ങൾ വേഗം റെഡി ആയിക്കോളൂ. സരോജിനോട് പറ ഇറങ്ങി നിൽക്കാൻ. അച്ഛൻ വേഗം വരാം. ശരി അച്ഛൻ. ആഹാ, നീ രാവിലെ തന്നെ എത്തിയല്ലോ. ഇതെന്താ ബാഗൊക്കെ ആയിട്ട്? സത്യേട്ടൻ ഇനി മുതൽ ഇവിടെ താമസിക്കുന്നെങ്കിൽ ഡ്രസ്സൊക്കെ വേണ്ടേ? അത് തരാൻ വേണ്ടിട്ട് വന്നത്. ആ, അതെന്തായാലും നന്നായി. ഏട്ടത്തി ഇപ്പൊ ഡ്രസ്സ് കഴുകിയിടട്ടേന്ന് ചോദിച്ചതേ ഉള്ളൂ. ഇനിയിപ്പോ അതിന്റെ ആവശ്യമില്ല, നീ കൊണ്ടുവന്നല്ലോ. അല്ല, ആരാ വന്നിരിക്കുന്നത്? സത്യം സംസാരിക്കുന്ന കേട്ടപ്പോ പ്രതിഭയായിരിക്കുന്ന ഞാൻ വിചാരിച്ചതേയില്ല. അല്ല, നിന്റെ തലവേദനയൊക്കെ മാറിയോ പ്രതിഭ? ആ, കുറവുണ്ട് ചേച്ചി. സത്യേട്ടൻ ഇന്നലെ ഇവിടെ താമസിക്കുന്നെങ്കിൽ ആദ്യമേ നമുക്ക് ഇങ്ങോട്ട് വന്നാ മതിയായിരുന്നല്ലോ. ഞാനിവിടെ നിൽക്കുമായിരുന്നില്ലേ? അത് ഞാൻ സത്യനോട് പറഞ്ഞതാ പ്രതിഭ. സാരമില്ല, ഇനി ഇതുപോലൊരവസ്ഥ വന്നാ രണ്ടാളും നേരെ ഇങ്ങോട്ട് വന്നാ മതി. ഇന്ന് വീടിന്റെ രജിസ്ട്രേഷനാ. ഈ വീട് അനുപമയുടെ സ്വന്തമായ നിങ്ങൾക്ക് രണ്ടാൾക്കും സ്വന്തം വീട് പോലെ കരുതാം. അതെ, ആ ഡ്രസ്സിന് താ പ്രതിഭേ. ഞാനേ പോയി പെട്ടെന്ന് കുളിച്ചിട്ട് വരാം. അതുവരെ നീ ഏട്ടത്തിയോട് സംസാരിച്ചിരിക്കും. വാ പ്രതിഭ, നമുക്ക് അകത്തേക്ക് ഇരിക്കാം. ആ വേണ്ട ചേച്ചി, ഞാനിവിടെ ഇരുന്നോളാം. അതെന്താ, സത്യൻ ഇന്നലെ നിന്നെ കൊണ്ടുവന്നില്ലെന്ന് വെച്ച് ഇന്ന് നീ ഈ വീട്ടിനകത്തോട്ട് കേറില്ലേ? അയ്യോ, അങ്ങനെയൊന്നും ഇല്ല ചേച്ചി. ആ,